മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാന്റെ സൈനിക ശക്തി മാത്രമല്ല, ഇറാന്റെ മതപരമായ വിശ്വാസപരമായ ചില നിലപാടുകൾ കൂടിയുണ്ട്. കാരണം യുദ്ധത്തെ അവർ കാണുന്നത് മറ്റൊരു സമൂഹം കാണുന്നത് പോലെയല്ല. മരണം വരെ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അങ്ങനെ തന്നെ ആവും. നമുക്കറിയാം, ഒരു പതിറ്റാണ്ടിലധികം നേരത്തെ യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അന്നത്തെ ഇറാനേക്കാൾ ഇന്ന് കൂടുതൽ ഇറാൻ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇറാൻ ഇത്ര കാലം യുദ്ധം ചെയ്തിട്ടും ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനൊന്നും ഒരിക്കലും അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. വലിയ വലിയ കമാൻഡർമാരെ, അവരുടെ ഏറ്റവും വലിയ ആളുകളെയൊക്കെ വധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ തന്നെ അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാനും കണ്ടെത്താനുമുള്ള ഒരു പ്രത്യേകതരം കഴിവ് ഇറാനുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഇറാൻ ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത് തന്നെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാണ്. അതിലൊക്കെ ഇവരുടെ വിശ്വാസപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് നിന്ന് ഹൂത്തികൾ, യമനിലെ ഹൂത്തികൾ ഒരു ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നതായാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹമാസും ഇത്രകാലം യുദ്ധം ചെയ്തിട്ടും അവിടെയുള്ള ഒരുപാട് സാധാരണക്കാരെ, ഏകദേശം 1,00,000-ലധികം സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ട് പോലും ഇപ്പോഴും ഹമാസിന്റെ പോരാട്ട വീര്യം ഇല്ലാതായിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇത് ഇറാൻ ആ രീതിയിലൊരു യുദ്ധത്തിന് കച്ചകെട്ടി ഇറങ്ങിയാൽ ആ തിരിച്ചടി വളരെ ഭീകരമായിരിക്കും. അത് ഇസ്രായേലിനും വളരെ ഭീകരമായിരിക്കും, മേഖലയ്ക്കും അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ആഗോള തലത്തിൽ തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും വലിയ തരത്തിൽ ബാധിക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോകുൽ, അൻവർ തുടരുക. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ടെഹ്റാന് നേരെ നടക്കുന്ന ഇസ്രയേലി ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. ടെഹ്റാനിലേക്ക് വരുന്ന ഇസ്രയേൽ മിസൈലുകളുടെ ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തൊട്ടു മുമ്പ് സമാനമായി തന്നെ ഇസ്രയേലിന്റെ അയൺ ഡോമുകളെ മറികടന്നുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ എത്തിയ, ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം എത്തിയതിന്റെ ദൃശ്യങ്ങളും ആ പൊട്ടിത്തെറിയുടെയും. ഒരു വശത്ത് പ്രേക്ഷകർ സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്നത് ടെലവീവ് ആണെങ്കിൽ വലതുഭാഗത്ത് ടെഹ്റാനാണ്. ഒരു വശത്ത് ഇസ്രയേൽ, ഒരു വശത്ത് ഇറാൻ. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ നേർക്കുനേർ പോരടിക്കുന്നു, ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിൽ 7 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ ടെല്ലവീവിലെ അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഒപ്പം പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടന്നുവെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ടെഹ്റാനിലേക്കും സമാനമായി ആക്രമണങ്ങൾ തുടരുകയാണ്. അൻവർ പാലേരി തുടരുന്നുണ്ട്. അൻവർ, ഈ പുതിയ യുദ്ധതന്ത്രം, ഒരു പുതിയ കാല ട്രോജൻ യുദ്ധമെന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസം, ഇന്ന് പകൽ, ഈ പുലർച്ചെ ഉണ്ടായ ടെഹ്റാൻ അടക്കം നേരെ ഉണ്ടായ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. മൊസാദാണ് അതിന് പിന്നിൽ. അവരുടെ ഇറാനുള്ളിൽ തന്നെ ഒരു ഡ്രോൺ ബേസ് ഒക്കെ ഉണ്ടാക്കി, അത് യുക്രൈൻ റഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ആക്രമണം പോലെ സമാനമായ ഒരു പദ്ധതിയായിരുന്നു എന്നതടക്കം പല വിവരണങ്ങളും പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഒപ്പം ഇറാനിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യത്തെ, റസ പഹ്ലവി അടക്കമുള്ളവരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ളൊരു നീക്കം എന്ന് ഒരു വിവക്ഷ വരുത്താൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യാഖ്യാനത്തിന് കൂടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ അടക്കം എക്സ് ഹാൻഡിലുകളിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ചിത്രം, ഈ റസ പഹ്ലവിക്കൊപ്പമുള്ള ചിത്രമടക്കം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറാനിൽ പ്രശ്നങ്ങളുണ്ട്, അത് തങ്ങൾക്ക് അനുകൂലമാണ്, തങ്ങൾക്ക് ഇറാനുള്ളിൽ നിന്ന് തന്നെ പിന്തുണയുണ്ട് എന്ന് ഒരു നറേറ്റീവ് കൂടി സ്ഥാപിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തീർച്ചയായും ഇത്തരം ഘട്ടങ്ങളിൽ, സംഘർഷഭരിതമായ ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഇത്തരം നറേറ്റീവുകൾ പതിവുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇറാനിൽ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതുമാണ്. പക്ഷേ ഇറാന്റെ ഭരണതലത്തിലെ ഭരണരംഗത്തിലെ ആ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഇവരൊന്നും കണക്കുകൂട്ടുന്ന രീതിയിലുള്ളതല്ല. അതിനെ അത്ര എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഇറാനിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷവും ഒക്കെ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും അവിടെ ഒരു ഭരണമാറ്റമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇറാനിൽ നടന്നിട്ടില്ല. ഇതൊക്കെ സംഭവിച്ചാൽ പോലും ഇറാന്റെ ഒരു സ്പെഷ്യൽ ഗാർഡ് എന്ന് പറയുന്നത് ഒരു
വലിയ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇറാനിലെ സംവിധാനത്തിലുണ്ട്. അതിനെ എളുപ്പത്തിൽ കീഴടക്കാനോ അല്ലെങ്കിൽ അതിനെ തകിടം മറിക്കാനോ അട്ടിമറിക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ വലിയ തരത്തിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം, അത്തരം നറേറ്റീവുകൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ വലിയ അസ്വാഭാവികതയൊന്നും തോന്നുന്നുമില്ല. ശരി, അൻവർ പാലേരിയാണ് ഖത്തറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. ഒപ്പം ഇസ്രായേലിൽ നിന്ന് ടെഹ്റാനിലേക്കും ആക്രമണം നടക്കുന്നു. ടെല്ലവീവിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ എത്തുന്നു. ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളടക്കം പ്രയോഗിച്ചിട്ടുണ്ട് എന്നത് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു. 300-ലധികം മിസൈലുകൾ അത് നിരനിരയായി ഒന്നിന് പിന്നാലെ ഒന്നായി എത്തി എന്നതുകൂടി ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി അടക്കം പ്രതികരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്ന തരത്തിൽ ഇസ്രയേൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രിസിഷൻ അറ്റാക്കാണ്. ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതിരോധ ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്തുവരെ, ടെല്ലവീവിലെ ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്തുവരെ ആക്രമണം അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന തരത്തിലാണ് ഇറാന്റെ ക്ലെയിം വരുന്നത്. ഏതായാലും ഇരു രാജ്യങ്ങളും നേർക്കുനേർ പോരടിക്കുന്നതിലേക്ക്, നേർക്കുനേർ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ്, ദൃശ്യങ്ങളുമാണ് ഓരോ മിനിറ്റിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.